വീണ്ടും നമ്മൾ കുറച്ച് സ്നേഹക്കാഴ്ചകളിലേക്കാണ്. രാഹുലിന്റെ വീട്ടിൽ രാഹുലുണ്ട്, അമ്മ, ബന്ധുക്കളൊക്കെ ഉണ്ട്. എന്തായാലും അമ്മയ്ക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസം തന്നെയായിരിക്കും ഇന്നത്തെ ദിവസം എന്നതിൽ ഒരു സംശയമില്ല. കണ്ണ് നിറഞ്ഞുകൊണ്ട് തന്നെയാണ് മീനാമ്മയെ കാണാൻ കഴിയുന്നത്. ഷാഫി, PC വിശ്വനാഥ് എല്ലാവരും ഉണ്ട്. തീർച്ചയായും ഒരു ചെറുപ്പക്കാരനെന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ഒരുപക്ഷെ ചാനൽ ചർച്ചകളിലൂടെ അല്ലേ പെട്ടെന്ന് ആളുകളുടെ ഒരു സമക്ഷം എത്തിയ നേതാവ് എന്നൊക്കെ നിലയിൽ വളരെ നേതാവാണ്. കെട്ടിപ്പിടിച്ചാനെ അമ്മയോട് കെട്ടിപ്പിടിക്കാൻ പറ. കെട്ടിപ്പിടിച്ച് കഴിഞ്ഞു. ക്യാമറ ഒരു സ്വഭാവമായിട്ട് ഒരു യാന്ത്രികമായ ഒരു ഇതിലേക്ക് പോകും. അതങ്ങ് ക്യാമറ അങ്ങ് മാറിയാൽ അവർ സ്വാഭാവികതയിലേക്ക് മടങ്ങുകയും ചെയ്യും. എന്തായാലും സന്തോഷത്തിൻ്റെ കാഴ്ചകളാണത്. ഏത് സ്ഥാനത്തെയാണ് ഇപ്പം നേരത്തെ നമ്മൾ ശരി ഷാഫി പറമ്പിൽ എല്ലാവരും വിജയചിഹ്നങ്ങളുമായി ഇങ്ങനെ നാളത്തെ പത്രത്തിൽ വരാനുള്ള ചിത്രങ്ങൾ കൂടിയാണല്ലേ. ഫിറോസും എല്ലാവരും ഉണ്ട്. സോയിട്ട് അമ്മയിൽ നിന്ന് കേൾക്കേണ്ട ഒരു വാക്ക് എനിക്ക് തോന്നുന്നു. ഒരു ആലങ്കാരികമായി പറയാന്ന് ഷാഫിന്റെ മൂത്തമോനാണ് അല്ലേ. കാരണം അത്ര ഷാഫി രാഹുൽ അത് വലിയൊരു പല രീതിയിൽ ഇപ്പോൾ ഷാഫിയുടെ പിന്നാലെ പോകുന്നു അല്ലെങ്കിൽ ഷാഫി കൊണ്ട് നടക്കുന്നു എന്നൊക്കെ ആരോപണങ്ങളായി കേൾക്കുമ്പോഴും ഒരു സൗഹൃദത്തിൻ്റെ വളരെ നമുക്ക് രാഷ്ട്രീയത്തിൽ പലപ്പോഴും കാണാത്ത ഒരു സൗഹൃദത്തിൻ്റെ കാഴ്ച കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷാഫി പറമ്പിൽ എങ്ങനെയാണ് രാഹുലിനെ പാലക്കാട് അവതരിപ്പിക്കുന്നത് അല്ലേ. പാലക്കാട്ടെ തൻ്റെ നാട്ടുകാർക്ക് മുന്നിൽ തൻ്റെ ഒരു നാട്ടുകാരനായി തന്നെ എങ്ങനെ രാഹുലിനെ ഷാഫി മാറ്റിയെടുത്തു എന്ന് ഷാഫിയുടെ ആദ്യം മത്സരിച്ചപ്പോൾ ഭൂരിപക്ഷം 17,000 മറികടന്നാണ് രാഹുൽ. അതിൽ ഷാഫി അതോടൊപ്പം തന്നെ VK ശ്രീകണ്ഠൻ ഇവർ രണ്ടുപേരുടെയും പ്രവർത്തന മികവ് കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. ശരിക്കും ഷാഫി സമേത രാഹുൽ മാങ്കൂട്ടത്തിലാണ്. MLA അമ്മാവൻ. അതെ അതെ അതെ. സഹോദരിയുടെ എടുത്തിരിക്കുന്നു. AK സ്റ്റെഫിൻ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ഈ കൂടിക്കാഴ്ച. രാഹുലിന്റെ വീട്ടിൽ AK സ്റ്റെഫിൻ ഉണ്ട്. പറയൂ ആ സ്നേഹത്തിന്റെ കാഴ്ചകൾ എങ്ങനെ പോകുന്നു? ദിവിഷ് ആര്യ വളരെ സന്തോഷം നിറഞ്ഞ കാഴ്ചകളാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളത്. ഇപ്പോഴാണ് അമ്മയുടെ അടുത്തേക്ക് ഇന്നത്തെ ഈ ഒരു വിജയമൊക്കെ അറിഞ്ഞിട്ട് വന്നത്. പത്തനംതിട്ടക്കാരനെ പാലക്കാടുകാരനാക്കി. അമ്മയൊക്കെ പാലക്കാടല്ലേ, ഇനി എന്ത് പത്തനംതിട്ട പാലക്കാട്. ഇവിടെ ഞങ്ങൾ വരുമ്പോൾ ഇടയ്ക്ക് ഞങ്ങൾക്ക് ചായയൊക്കെ തരുന്നുണ്ട്. പഴയ MLA ഒക്കെ മൈൻഡ് ചെയ്യണം. സന്തോഷമായി. സന്തോഷം, ഒത്തിരി സന്തോഷം.